ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സംസ്ഥാന ബജറ്റിലെ വാഗ്ദാനങ്ങൾ മറന്ന് 6 മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിലും 1 മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ മാത്രം മെയ് മാസത്തിൽ നൽകുവാനുള്ള നടപടികൾ ധനവകുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ നൽകിയ വാഗ്ദാനം. ഡിസംബർ മുതൽ 6 മാസത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണെങ്കിലും ഇത് നൽകുവാനുള്ള 4500 കോടിയിലേറെ രൂപ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ പുതിയ നീക്കം. ക്ഷേമ പെൻഷൻ നൽകുവാൻ പണം കണ്ടെത്താൻ രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും വായ്പയെടുത്തിരുന്നു. ഈ പണം ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ്. അതിനാൽ മറ്റെവിടെ നിന്നെങ്കിലും പണം എത്തിയാൽ മാത്രമേ ട്രഷറിയിൽ നിന്നും പണം പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്ക് ലഭിക്കുകയുള്ളൂ. നേരത്തെ മെയ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ സർക്കാർ പരിഗണിച്ചിരുന്നു. 5 മാസത്തെ കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും കൂടാതെ ഏപ്രിൽ മാസത്തെ പെൻഷനും ചേർത്ത് 3200 രൂപയായി കഴിഞ്ഞ മാസത്തെ പോലെ വിതരണം ചെയ്യുമെന്നായിരുന്നു സൂചനകൾ. തുടർന്നും തുടർച്ചയായി 4 മാസം 2 മാസ പെൻഷൻ തുക വീതം വിതരണം ചെയ്തിരുന്നുവെങ്കിൽ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്ത് തീർക്കാമായിരുന്നു. അതാണിപ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായതിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നത്. ഇനി മെയ്യിൽ ലഭിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ കുടിശ്ശിക പെൻഷനായ 1600 രൂപ മാത്രമായിരിക്കും. ഇതിന് വേണ്ടി വരുന്ന 800 കോടിയോളം രൂപ ട്രഷറിയിൽ നിന്നും തിരികെ കിട്ടിയാൽ ഉടനെ വിതരണ നടപടികൾ ആരംഭിക്കും. അതിൻ്റെ തീയതി അറിയിപ്പുകൾ വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്.